ഇക്കാര്യത്തിൽ കേരളത്തിലെ BJP പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? ഇവിടെ പറഞ്ഞതുപോലെ മാന്യതയുണ്ട് എങ്കിൽ അവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ ജാമ്യം കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുക വേണ്ടത്. പക്ഷേ ജാമ്യം നിഷേധിച്ചുകൊണ്ട്, ഇനി അതല്ലെങ്കിൽ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസ് ഒഫീഷ്യൽസിനെ വെച്ചുകൊണ്ട് എല്ലാ കുൽസിതമായ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആദ്യത്തെ സംഭവമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒഡീഷയിൽ, അതിനു മുമ്പ് മധ്യപ്രദേശിൽ, UP-യിൽ, പല സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും മലയാളി വൈദികരും കന്യാസ്ത്രീകളും ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ BJPയുടെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് കേവലം വോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള പുറംപോച്ചു നാടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യത്തിൽ അവിടെ അറസ്റ്റിലാകപ്പെട്ടിട്ടുള്ള 2 കന്യാസ്ത്രീകളെയും ഉടനടി ജയിൽ വിമോചിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളുമായി ഈ ഗവൺമെന്റ് മുൻപോട്ട് പോകണം. ഞങ്ങൾ അതുവരെ പാർലമെന്റിൽ ഈ പ്രക്ഷോഭം തുടരും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്.